മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്ത ചോദ്യത്തോട് ക്ഷുഭിതരായി ഇടതെമ്പിമാർ. ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുന്നതിനിടെ ജനം TV പ്രതിനിധി ചോദ്യം ഉന്നയിച്ചതോടെ കേരളത്തിൽ ആരെയും ജയിലിൽ അടച്ചില്ലല്ലോ എന്നായിരുന്നു A. റഹീമിന്റെ മറുപടി. ജനം TVയുടെ പേരെടുത്ത് പറഞ്ഞും കൃത്യമായി ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറാനായിരുന്നു ശ്രമം. കഴിഞ്ഞ ദിവസമാണ് 2022 പിണറായി സർക്കാർ രജിസ്റ്റർ ചെയ്ത സമാനമായ കേസിൽ 2 കന്യാസ്ത്രീകളെ കോടതി കുറ്റവിമുക്തരാക്കിയത്. കേരളത്തിൽ സമാനമല്ലാന്ന് വസ്തുതാവിരുദ്ധമായ ആരെ ജയിലിലിട്ടു എന്തെങ്കിലും പറയായിരിക്കും. ആരെങ്കിലും ജയിലിലിട്ടോ? ഒരാളെ ജയിലിലിട്ടിട്ടില്ല അനാവശ്യമായി. ഇനി ഒരു കാര്യം അങ്ങനല്ല, ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ മാധ്യമ സുഹൃത്തുക്കളെ കണ്ടു. ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് ദേശീയവും സർവ്വദേശീയവുമായ ഒട്ടേറെ മാധ്യമ സുഹൃത്തുക്കളെ കണ്ടു. അവരെല്ലാം ഈ കേസിൽ നിന്ന് ഈ സഹോദരിമാർ ഇപ്പൊ പുറത്ത് കിടക്കട്ടെ എന്നുള്ളതാണ്. അതിനിടയിൽ നിങ്ങൾ ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തിന്റെ കമ്പയർ അതൊക്കെ സെമിനാർ ഒരൊറ്റ കാര്യം അങ്ങയുടെ ചാനൽ ആ ചോദ്യം ശരിയല്ല. തെറ്റ് നിങ്ങൾക്ക് മാത്രമേ ഈ ചോദ്യം ചോദിക്കാൻ പറ്റൂ. ചോദിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് മാത്രം ചോദിക്കാൻ പറ്റും. അല്ല അതല്ല, നിങ്ങൾ ചോദിക്കുന്ന കള്ള ചോദ്യ. ആരെങ്കിലും ജയിലിലിട്ടോ? ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, 2022 പിണറായി സർക്കാർ രജിസ്റ്റർ ചെയ്ത സമാനമായ കേസിൽ 2 കന്യാസ്ത്രീകളെ കഴിഞ്ഞ ദിവസമാണ് കോടതി കുറ്റവിമുക്തരാക്കിയത്. പക്ഷേ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ ഒന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത്തരം സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് ഇടത് നേതാക്കൾ പറയുന്നത്, അല്ലേ? ദേവിക, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട MP-മാർ ഇന്ന് അമിത്ഷായെ കണ്ടിരുന്നു. അതിനുശേഷം പ്രതികരിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ ഛത്തീസ്ഗഡിലെ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായൊരു പ്രതിഷേധമുണ്ടാക്കാൻ സാധിച്ചു. കേരളം ഒരുമിച്ച് നിന്നു, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്ന പ്രതികരണങ്ങൾ A. റഹീം ഉൾപ്പെടെയുള്ള ഇടത് MP-മാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന് ചോദ്യമായിട്ടാണ് ജനം TVയുടെ ഭാഗത്തുനിന്ന് 2022 തൃശൂരിൽ സമാനമായ കേസ്, മനുഷ്യക്കടത്ത് കേസ് 2 കന്യാസ്ത്രീകൾക്കെതിരെ രജിസ്റ്റർ ചെയ്തു. പിന്നീട് വർഷങ്ങൾ നീണ്ട നിയമ നടപടികൾക്കൊടുവിൽ കോടതിയാണ് അവരെ കുറ്റവിമുക്തരാക്കിയത്. ആ വിഷയത്തിൽ കേരളത്തിൽ നടന്ന സംഭവത്തിൽ ഇടത് MP-മാരുടെ ഭാഗത്തുനിന്നോ ഇടത് പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നോ ഇത്തരത്തിൽ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ലല്ലോ എന്ന ചോദ്യം ഉയർത്തിയത്. ആദ്യം ആ ചോദ്യം തന്നെ തെറ്റാണ് എന്നുള്ളതായിരുന്നു A. റഹീം ഉൾപ്പെടെയുള്ള MP-മാർ ചൂണ്ടിക്കാട്ടിയത്. അത്തരത്തിൽ ചോദ്യം ചോദിക്കുന്നത് ശരിയല്ല, നിങ്ങൾ ഏത് മാധ്യമത്തിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു MP-മാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നീട് തൃശൂരിൽ 2022 മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തത് എന്ന കേസിന്റെ വിശദാംശങ്ങൾ പറഞ്ഞപ്പോൾ എന്നാൽ ആ കന്യാസ്ത്രീകളെ ജയിലിലിട്ടിട്ടില്ലല്ലോ എന്നായിരുന്നു പിന്നീട് MP-മാരുടെ വാദം. ജയിലിലിട്ടിട്ടില്ല എങ്കിൽ പോലും സമാനമായ കേസ്, മനുഷ്യക്കടത്ത് കേസ് കന്യാസ്ത്രീകളുടെ പേരിലെടുക്കുകയും അത് പിന്നീട് കോടതി നടപടികളിലൂടെയാണ് അവരെ കുറ്റവിമുക്തരാക്കുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലൊരു സംഭവത്തിൽ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന ചോദ്യത്തിനോട് MP-മാർ ക്ഷുഭിതരാവുകയും ജനം TVക്ക് മാത്രമേ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചോദ്യത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുകയുമായിരുന്നു MP-മാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ശ്രമം. ഇപ്പോഴുള്ള വലിയ പ്രാധാന്യം നൽകേണ്ടത് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുന്നതിനും ഒപ്പം അവരെ ജയിൽ മോചിതരാക്കേണ്ടതുമാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കൂ. ഛത്തീസ്ഗഡ് സംഭവത്തിൽ നിയമാനുസൃതമായിട്ടുള്ള നീതിയുടെ ഭാഗം കന്യാസ്ത്രീകൾക്ക് ലഭിക്കട്ടെ. പക്ഷേ കേരളത്തിലെ വിഷയത്തിൽ എന്തുകൊണ്ട്, കേരളത്തിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്ന വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് നിങ്ങൾ ഏത് മാധ്യമത്തിൽ നിന്നാണ്, ജനം TVക്ക് മാത്രമേ അദ്ദേഹം ചോദ്യങ്ങൾ ഉന്നയിക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷുഭിതരാവുകയും ആദ്യം ആ ചോദ്യം തന്നെ തെറ്റാണെന്ന് പറയുകയും പിന്നീട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ഇടത് MP-മാർ ശ്രമിച്ചിട്ടുള്ളത്. അതായത് നിലവിൽ രാജ്യത്ത് ഇടത് പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ CPM-ന് ഭരണം ശേഷിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ കന്യാസ്ത്രീകൾക്കെതിരെ മനുഷ്യക്കടത്ത് പോലുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി കേസ് കോടതിയിലെത്തുകയും കോടതി അവരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തിട്ടുള്ള സംഭവത്തിൽ, സ്വന്തം സംസ്ഥാനത്തിലെ സംഭവത്തിൽ യാതൊരു ഇടപെടലും അല്ലെങ്കിൽ അത്തരത്തിൽ യാതൊരു പ്രതികരണങ്ങളും നടത്താതിരുന്ന MP-മാരാണ് ഛത്തീസ്ഗഡിലേക്ക് വിഷയത്തിൽ, ഛത്തീസ്ഗഡിൽ അവിടെ സന്ദർശനം നടത്തുകയും ഛത്തീസ്ഗഡ് വിഷയത്തിൽ
വിഷയത്തിൽ ഇത്തരത്തിലുള്ള പൊള്ളയായ വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ആ ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ട നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ആ വിഷയത്തിൽ ഉണ്ടാകും. കന്യാസ്ത്രീകളുടെ ഭാഗത്തുള്ള ന്യായമനുസരിച്ച് അവർക്ക് നിയമ നടപടികളിലൂടെ ജാമ്യം ലഭിക്കാനുള്ള വ്യവസ്ഥകൾ, അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് സ്വന്തം സംസ്ഥാനത്ത് നടന്നിട്ടുള്ള സമാനമായ വിഷയത്തിൽ മൗനം പാലിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ചോദ്യങ്ങളോട് അസഹിഷ്ണുത പുലർത്തുകയും ആ ചോദ്യം തന്നെ തെറ്റാണെന്ന് പറയുകയും ചോദ്യം ചോദിച്ച മാധ്യമ സ്ഥാപനത്തോടും മാധ്യമ പ്രവർത്തകരോടും അത്തരത്തിൽ ആ ചോദ്യം തന്നെ തെറ്റാണെന്ന് പറയാനുമാണ് ഇടതെംപിമാർ തയ്യാറായത്. ഒപ്പം UDF എംപിമാരും ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവരോടും ചോദിച്ച ചോദ്യം 2021 സമാനമായിട്ടുള്ള കേസ്, മനുഷ്യക്കടത്തും ഒപ്പം നിർബന്ധിത മതപരിവർത്തനവും ഉൾപ്പെടെയുള്ള കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകരെ, അച്ഛന്മാരുൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും അവർ മാസങ്ങളോളം ജയിലിൽ കഴിഞ്ഞിരുന്നു. 2021 കോൺഗ്രസ് ഭരണകൂടമായിരുന്നു, കോൺഗ്രസ് സർക്കാരായിരുന്നു ഛത്തീസ്ഗഡ് ഭരിച്ചിരുന്നത്. ആ വിഷയത്തിൽ എന്താണ് പ്രതികരണം, അല്ലെങ്കിൽ അന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന ചോദ്യത്തിന് മൗനം പാലിക്കുകയും അത് പിന്നീട് സംസാരിക്കാമെന്നായിരുന്നു UDF എംപിമാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പ്രതികരണം. ദേവിക.